താൻ ആശുപത്രിയിലായ 15 ദിവസം. ആ 15 ദിവസം കൊണ്ട് ഒരായുസ്സിൽ അനുഭവിക്കേണ്ട കണ്ണുനീരും വേദനയുമാണ് തൻ്റെ വീട്ടുകാരിൽ നിന്നും ദേവൂട്ടിക്ക് അനുഭവിക്കേണ്ടി വന്നത്. എന്നിട്ടും അത് മതിയാകാതെ വീണ്ടും ആ പാവത്തിനെ ദ്രോഹിക്കാൻ നോക്കുകയാണ് തൻ്റെ വീട്ടുകാർ. എന്നാൽ അതിന് ഇനി താൻ അനുവദിക്കില്ല. തീർച്ച ജയകൃഷ്ണനും തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ജയകൃഷ്ണൻ പറഞ്ഞതനുസരിച്ച് ദേവൂട്ടി ജയകൃഷ്ണനും അവൻ്റെ വീട്ടുകാർക്കും ഒപ്പം ഇരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. കൂടാതെ അടുക്കളയിൽ ഭക്ഷണം വയ്ക്കാൻ നാണിയമ്മയ്ക്കൊപ്പം കൂടുമെങ്കിലും ആ വീട്ടിൽ മുൻപേ അവൾ ചെയ്തുകൊണ്ടിരുന്ന മറ്റെല്ലാ ജോലികളും അവൻ പറഞ്ഞതോടെ അവൾ നിർത്തിക്കഴിഞ്ഞിരുന്നു. അതോടെ ചെമ്പകശ്ശേരിയിൽ ദേവൂട്ടി മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരുന്ന ജോലികളെല്ലാം ജയകൃഷ്ണൻ വന്നതോടെ അവരവർ തന്നെ സ്വയം ചെയ്യാൻ തുടങ്ങി. ഇനി ദേവൂട്ടിയെക്കൊണ്ട് തങ്ങൾക്ക് അത് ചെയ്യിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു മുൻവിധിയായിരുന്നു അവരുടെയെല്ലാം ആ തീരുമാനം. എന്നാൽ ഇവിടെ കാര്യങ്ങളെല്ലാം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ ജയകൃഷ്ണൻ ഇപ്പോൾ പഴയതുപോലെ നല്ല ആരോഗ്യവാനായി തീർന്നു കഴിഞ്ഞിരുന്നു. പക്ഷേ മുറിവിൻ്റെ തയ്യൽ അതുമാത്രം എടുത്തിരുന്നില്ല. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് നീങ്ങിത്തുടങ്ങവേ പതിയെ പതിയെ ദേവൂട്ടി ഇപ്പോൾ ചെമ്പകശ്ശേരിയിലെ ഒരംഗമായി തീർന്നുകൊണ്ടേയിരുന്നു. അതേ തുടർന്ന് ഇപ്പോൾ ആ വീട്ടിൽ എല്ലാവിധ സ്വാതന്ത്ര്യവുമുള്ള ജയകൃഷ്ണൻ്റെ ഭാര്യയും നമ്പ്യാരുടെയും ഭഗീരഥിയുടെയും മരുമകളുമായി ദേവൂട്ടി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അല്ല, ജയകൃഷ്ണൻ അവളെ അങ്ങനെ മാറ്റിയെടുത്തിരിക്കുന്നു. ദേവൂട്ടിയുടെ ഭാഗത്തു നിന്നുമുണ്ടായ ആ ഒരു മാറ്റത്തിന് കാരണക്കാരനായ ജയകൃഷ്ണനോടാണ് ഇപ്പോൾ ചെമ്പകശ്ശേരിയിലുള്ള ഓരോരുത്തരുടെയും ദേഷ്യവും വെറുപ്പും പകയുമെല്ലാം. ഇതിനിടെ ജയകൃഷ്ണൻ്റെ മുറിവിൻ്റെ തയ്യലെടുത്തു. അതേ തുടർന്ന് അവൻ വീണ്ടും കോളേജിലേക്ക് പോയി തുടങ്ങുന്നു. അങ്ങനെ ഇവിടെ കാര്യങ്ങളെല്ലാം ഒരുവിധം ഭംഗിയായി പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഒരു ചെറിയ എന്നാൽ അല്പം ഗൗരവമുള്ളതുമായ ഒരു കാര്യം അത് പരിഹരിക്കാൻ കഴിയാതെ ഇപ്പോഴും അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ ഒരു കാര്യം പരിഹരിക്കേണ്ട ആളുകൾ അത് ജയകൃഷ്ണനും ദേവൂട്ടിയുമായിരുന്നു എന്നതായിരുന്നു മറ്റൊരു സത്യം. എന്നാൽ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ജയകൃഷ്ണൻ പറയാതെ തന്നെ ദേവൂട്ടി അവൻ്റെ ഇഷ്ടാനുഷ്ഠാനങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്തിരുന്നു. അങ്ങനെ ചെയ്യുമ്പോഴും ഒരിക്കൽ പോലും ദേവൂട്ടി അവനെ സ്നേഹത്തോടൊന്നും നോക്കിയിരുന്നില്ല. അവനിൽ നിന്നും പരമാവധി ഒഴിഞ്ഞുമാറിയായിരുന്നു അവൾ നടന്നിരുന്നത്. മാത്രമല്ല, അറിയാതെയാണെങ്കിൽ പോലും അവനു മുന്നിൽ ചെന്നു നിൽക്കാതിരിക്കാൻ അവൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ജയകൃഷ്ണനിൽ നിന്നുമുള്ള ദേവൂട്ടിയുടെ ഈ ഒഴിഞ്ഞുമാറ്റം അത് അവനോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടായിരുന്നില്ല, മറിച്ച് ജയകൃഷ്ണനോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടായിരുന്നു. എന്നാൽ തന്നിൽ നിന്നുമുള്ള ദേവൂട്ടിയുടെ ഈ ഒഴിഞ്ഞുമാറ്റം ജയകൃഷ്ണൻ്റെ മനസ്സിനെ തെല്ലൊന്നുമായിരുന്നില്ല വിഷമപ്പെടുത്തിയിരുന്നത്. എന്നാൽ അതൊന്നും തന്നെ ജയകൃഷ്ണൻ പുറത്തു കാട്ടിയിരുന്നില്ല. മറിച്ച് തന്നിൽ നിന്നും ഒഴിഞ്ഞുമാറിക്കൊണ്ടിരിക്കുന്ന ദേവൂട്ടിയെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിൽ ആയിരുന്നു അവൻ. അതിൻ്റെ ഭാഗമായി ഇവിടെ ചെമ്പകശ്ശേരി തറവാട് വീട് ഇപ്പോൾ ഒരു പ്രണയ കൊട്ടാരമായി തീർത്തിരിക്കുകയാണ് ജയകൃഷ്ണൻ. അതുവഴി തന്നിൽ നിന്നും അകന്നുമാറാൻ ശ്രമിക്കുന്ന തൻ്റെ പ്രിയതമയെ തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയാണവൻ. അതേ തുടർന്ന് തന്നിൽ നിന്നും ഒഴിഞ്ഞു മാറി നടക്കുന്ന ദേവൂട്ടിക്ക് പിന്നാലെ വീടിനകത്തും പുറത്തുമായി നടന്ന് തനിക്ക് ദേവൂട്ടിയോട് മനസ്സു തുറന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞ് ഒരു പൂവാലനെ പോലെ പിന്നാലെ കൂടിയിരിക്കുകയാണ് ജയകൃഷ്ണൻ. എന്നാൽ ദേവൂട്ടിയാകട്ടെ അവിടെ നിന്നെല്ലാം മനഃപൂർവ്വം ഒഴിഞ്ഞുമാറി നടന്നു. എന്നാൽ ജയകൃഷ്ണൻ പക്ഷേ തൻ്റെ ആ തീരുമാനത്തിൽ നിന്നും പിന്മാറാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ അവളുടെ പിന്നാലെ തന്നെ കൂടിയിരിക്കുകയാണ്. അതേ തുടർന്ന് ഊണു കഴിക്കാൻ വരുന്ന സമയങ്ങളിൽ പോലും അവൻ ദേവൂട്ടിയെ വെറുതെ വിടാൻ തയ്യാറായില്ല. പലപ്പോഴും ഊണുമേശക്കരികിൽ എല്ലാവർക്കുമൊപ്പം ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുന്ന ജയകൃഷ്ണൻ ഭക്ഷണം കഴിക്കാനായിരുന്നില്ല വന്നിരുന്നത്, മറിച്ച് തൻ്റെ ദേവൂട്ടിയുടെ ആ മുഖം അതൊന്നടുത്ത് കാണാൻ വേണ്ടിയായിരുന്നു എന്നതാണ് സത്യം. അങ്ങനെ ഒരു മനസ്സുമായി വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ജയകൃഷ്ണൻ പലപ്പോഴും തനിക്കൊപ്പം ഇരിക്കുന്ന ദേവൂട്ടിയുടെ പനിനീർ പൂവുതൾ പോലെ മനോഹരമായ ചുണ്ടുകളിലും ചുവന്നു തൊടുത്ത കവിളുകളിലും കഴുത്തടങ്ങളിൽ നോക്കി അങ്ങനെയിരിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയങ്ങളിൽ ചിലപ്പോൾ തനിക്ക് മുന്നിലിരിക്കുന്ന ഭക്ഷണം പോലും കഴിക്കാൻ അവൻ മറന്നുപോയിരുന്നു. മാത്രമല്ല, ചില സമയങ്ങളിലുള്ള ജയകൃഷ്ണൻ്റെ ആ നോട്ടം കാണുമ്പോൾ പലപ്പോഴും ദേവൂട്ടി വല്ലാതെ ചൂളിപ്പോയിരുന്നു. അങ്ങനെ ചൂളിയുള്ള അവളുടെ ആ ഇരിപ്പിൽ ഇടയ്ക്ക് അവളുടെ ചുണ്ടുകൾ പൂത്തുവിടരുകയും
കണ്ണുകൾ മയിൽപ്പീലി പോലെ പൂത്തുലയുകയും കവിളുകൾ ചുവന്നു തുടുക്കുകയും ചെയ്തിരുന്നു. അത് കാണുന്ന സമയം ജയകൃഷ്ണന് തൻ്റെ മനസ്സിനെ പിടിച്ചു നിർത്താൻ കഴിയാതെ വന്നിരുന്നു. എന്നാൽ അറിയില്ല, എങ്ങനെയൊക്കെയോ അവൻ അതിനെ തരണം ചെയ്തു. എന്നാൽ ഇവിടെ ദേവൂട്ടിക്ക് പിന്നാലെ കൂടിയുള്ള ജയകൃഷ്ണൻ്റെ ആ ഒരു പ്രണയ സീൻ കാണുന്ന ചെമ്പകശ്ശേരിയിലെ നമ്പ്യാരും ഭഗീരഥിയും അടക്കം അവിടെയുള്ള മറ്റെല്ലാവരെയും സംബന്ധിച്ചു പറഞ്ഞാൽ ജയകൃഷ്ണനും ദേവൂട്ടിക്കുമിടയിൽ അവർ ശരിക്കും പെട്ടിരിക്കുന്നത് പോലെയുള്ള അവസ്ഥയിലായിരുന്നു. കാരണം ജയകൃഷ്ണനും ദേവൂട്ടിയും തമ്മിൽ അകന്നു കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന അവർക്ക് മുന്നിൽ ജയകൃഷ്ണൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രണയ സീൻ അതെ കണ്ടില്ലെന്ന് നടിക്കാനോ അതിനെ എതിർക്കാനോ കഴിയാത്തൊരവസ്ഥ. ആ അവസ്ഥ അവർക്ക് ജയകൃഷ്ണനിൽ നിന്ന് തിരിച്ചു കിട്ടിയ വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ജയകൃഷ്ണൻ്റെ അച്ഛൻ നമ്പ്യാർക്കും അമ്മ ഭഗീരഥിക്കുമടക്കം അവിടെയുള്ള മറ്റെല്ലാവർക്കും ഇതെല്ലാം കണ്ട് നിശബ്ദരായി നിൽക്കാൻ മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. എന്നാൽ ഇവിടെ ദിവസങ്ങൾ ഓരോന്നും കഴിയും തോറും ജയകൃഷ്ണൻ്റെ മനസ്സിൽ ദേവൂട്ടിയോടുള്ള അനുരാഗത്തിൻ്റെ മൂർച്ചയും കൂടിക്കൊണ്ടേയിരുന്നു. അതോടെ ദേവൂട്ടി ചെമ്പകശ്ശേരിയിൽ തനിക്ക് കൺമുന്നിൽ തന്നെ ഉണ്ടായിരുന്നിട്ടും അറിയില്ല തനിക്കൊപ്പം അവൾ എപ്പോഴും വേണമെന്ന വാശിയായി അവന്. അങ്ങനെയിരിക്കെ ഒരു ഞായറാഴ്ച ദിവസം ഉച്ചയൂണ് കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ മുറികളിൽ വിശ്രമത്തിലാണ്. അങ്ങനെ വിശ്രമിക്കുന്നവരുടെ കൂട്ടത്തിൽ ജയകൃഷ്ണനും ദേവൂട്ടിയും ഉണ്ടായിരുന്നു. ദേവൂട്ടി താഴെ അവളുടെ മുറിയിലും ജയകൃഷ്ണൻ മുകളിൽ അവൻ്റെ മുറിയിലുമായിരുന്നു. തൻ്റെ മുറിയിൽ അങ്ങനെ കിടക്കെ ദേവൂട്ടിയുടെ മനസ്സ് പെട്ടെന്ന് വല്ലാതെ അസ്വസ്ഥമായി തീർന്നു. അതോടെ അവൾ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി അല്പം അകലെയുള്ള ഒരു തണൽമര ചുവട്ടിലേക്ക് നടന്നു. അവിടെ എത്തിയ അവൾ ആ തണൽമര ചുവട്ടിൽ അങ്ങനെയിരുന്നു. അങ്ങനെയിരിക്കെ മനസ്സിന് വല്ലാത്തൊരാശ്വാസം തോന്നി അവൾക്ക്. ഇപ്പോൾ സമയം 3:30. മുകളിൽ ജയകൃഷ്ണൻ്റെ മുറിയിൽ കണ്ണുകളടച്ച് വെറുതെ അങ്ങനെ കിടക്കുകയാണ് ജയകൃഷ്ണൻ. അങ്ങനെ കിടക്കുന്ന ജയകൃഷ്ണനൊടുവിൽ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് ജനാലയ്ക്ക് അരികിലെത്തി പുറത്തേക്ക് നോക്കി നിന്നു. അങ്ങനെ നോക്കി നിൽക്കുന്ന ജയകൃഷ്ണൻ കണ്ടു പുൽത്തകിടിലെ തണൽമരച്ചുവട്ടിൽ ഒറ്റയ്ക്കിരിക്കുന്ന ദേവൂട്ടിയെ. ജയകൃഷ്ണൻ ദേവൂട്ടിയെ നോക്കി അല്പനേരം അങ്ങനെ നിന്നു. തുടർന്ന് അവൻ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി താഴെ ദേവൂട്ടിയുടെ അരികിലേക്ക് നടന്നു. ശേഷം അവൾക്ക് അരികിലെത്തി. തൻ്റെ മുറിയിൽ നിന്നും അവൻ താഴേക്ക് നടന്നു വരുമ്പോൾ താഴെ ഹാളിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ജയകൃഷ്ണൻ ദേവൂട്ടിയുടെ അടുത്തെത്തി. എന്നാൽ അവിടെ ആ മരച്ചുവട്ടിൽ ഒറ്റയ്ക്കിരിക്കുന്ന അവൾ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തയിലായിരുന്നു. അതിനാൽ ജയകൃഷ്ണൻ തൻ്റെ അടുത്ത് വന്നു നിന്ന കാര്യം പക്ഷേ പാവം ദേവൂട്ടി അറിഞ്ഞിരുന്നില്ല. എന്നാൽ അവൾക്കടുത്തെത്തി നിന്ന ജയകൃഷ്ണൻ ദേവൂട്ടിക്ക് പിന്നിൽ വന്നു നിന്ന് അവളെ വിളിച്ചു. ദേവു. ഓർക്കാപ്പുറത്തുള്ള ജയകൃഷ്ണൻ്റെ ആ വിളി കേട്ട ഒരു നിമിഷം ദേവൂട്ടി അവൻ്റെ നേർക്ക് തിരിഞ്ഞു നോക്കി. ആ ഒരു നിമിഷം ദിവസങ്ങൾക്ക് ശേഷം ഇരുവരുടെയും മിഴികൾ തമ്മിലൊന്ന് ഇടഞ്ഞു നിന്നു പോകുന്നു. ശേഷം ഒരു നിമിഷം അവർ ഇരുവരും എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ നോക്കി നിന്നുപോയി. എന്നാൽ പെട്ടെന്ന് തന്നെ ദേവൂട്ടി തൻ്റെ നോട്ടം പിൻവലിച്ചുകൊണ്ട് അവിടെ നിന്നും തിരിച്ചു പോകാൻ തുടങ്ങി. എന്നാൽ തന്നെ കണ്ട് അവിടെ നിന്നും പിന്തിരിഞ്ഞു പോകാൻ തുടങ്ങിയ ദേവൂട്ടിയുടെ കയ്യിൽ പിടിച്ച് അവിടെ തന്നെ പിടിച്ചു നിർത്തുന്നു ജയകൃഷ്ണൻ. ശേഷം അവൾക്ക് അഭിമുഖമായി മുന്നിൽ വന്ന് അവളോട് ചേർന്ന് എന്നാൽ അവളെ തൊടാത്ത തരത്തിൽ നിന്നുകൊണ്ട് അവൻ പറഞ്ഞു, എനിക്ക് തന്നോട് സംസാരിക്കണം. എന്നാൽ ദേവൂട്ടി പക്ഷേ അത് ചെവിക്കൊള്ളാതെ മുഖം താഴ്ത്തിപ്പിടിച്ച് അവന് മുഖം കൊടുക്കാതെ നിന്നു. അതുകണ്ട ജയകൃഷ്ണൻ അവളുടെ മുഖം പിടിച്ച് തനിക്ക് നേരെ ഉയർത്തിക്കൊണ്ട് വീണ്ടും തുടർന്നു, എനിക്ക് തന്നോട് സംസാരിക്കണമെന്ന്. എന്നാൽ അത് കേട്ട ദേവൂട്ടിയാകട്ടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിശബ്ദയായി നിന്നു. ഈ സമയം അവളുടെ മനോഹരമായ മിഴികളിലേക്ക് നോക്കി നിന്നുപോകുന്ന ജയകൃഷ്ണനും ഒരു നിമിഷം മറ്റെല്ലാം മറന്ന് അവളെ തന്നെ നോക്കി അങ്ങനെ നിന്നുപോകുന്നു. അങ്ങനെ അവളെ തന്നെ നോക്കി നിൽക്കെ ജയകൃഷ്ണൻ്റെ ഹൃദയം പ്രണയത്താൽ പൂത്തുലഞ്ഞു. അവൻ്റെ മനസ്സിൽ അനുരാഗത്തിൻ്റെ അടങ്ങാത്ത തിരമാലകൾ ആർത്തിരമ്പി. ആ ഒരു നിമിഷം അവനെപ്പോലും നിയന്ത്രിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വീണ്ടും അവൻ എത്തിച്ചേർന്നു. അതോടെ ജയകൃഷ്ണൻ ദേവൂട്ടിയുടെ അവളുടെ ചുവന്നു തുടുത്ത ആ ചുണ്ടിന്മേൽ ഒരു ചുംബനം നൽകിക്കോട്ടെ എന്ന് ചോദിച്ചു പോകുന്നു. വളരെ നിശബ്ദനായി പതിഞ്ഞ ശബ്ദത്തിൽ ജയകൃഷ്ണൻ അത് അവളോട് ചോദിക്കുമ്പോൾ അറിയില്ല അവൻ്റെ ആ മനസ്സിനുള്ളിലെ പിടച്ചിൽ എത്രയായിരുന്നുവെന്ന്. എന്നാൽ ഇവിടെ ജയകൃഷ്ണൻ്റെ ആ ഒരു ചോദ്യം കേട്ടതും ദേവൂട്ടി ഒന്ന് അമ്പരന്നുപോയി.
മാത്രമല്ല എന്തോ അവളുടെ ശരീരത്തിലാകെ വല്ലാത്തൊരു തരം വിറയൽ പോലെ. നാളിന്നുവരെ ജയേട്ടൻ തന്നോട് ഇങ്ങനെയൊരു കാര്യം പറഞ്ഞിട്ടില്ല. എന്നാൽ ഇന്ന് അറിയില്ല, ജയകൃഷ്ണന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും അവൾക്ക് വല്ലാത്ത പരിഭ്രമം തോന്നി. അതുകൊണ്ട് തന്നെ അവൾ ജയകൃഷ്ണന്റെ മുഖത്തേക്ക് നോക്കാതെ തല താഴ്ത്തി നിന്നു. ഈ സമയം ജയകൃഷ്ണൻ വീണ്ടും ദേവൂട്ടിയെ വിളിച്ചു. ദേവു ആ വിളി കേട്ടതും തലയുയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ. അപ്പോൾ കണ്ടു ആ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന അവളോടുള്ള അവൻ്റെ അടക്കാൻ കഴിയാത്ത അനുരാഗപൂർണമായ ഒരു പ്രണയം. ഒരു നിമിഷം ദേവൂട്ടി അവൾ അറിയാതെ ആ കണ്ണുകളിലേക്ക് നോക്കി അങ്ങനെ നിന്നു പോകുന്നു. അങ്ങനെ അവനെ നോക്കി നിൽക്കെ ഒരു നിമിഷം ദേവൂട്ടിയുടെ മനസ്സും കൈവിട്ടുപോയി. അതോടെ അവർ ഇരുവരും തമ്മിൽ പരസ്പരം നോക്കി അങ്ങനെ നിന്നു. ഈ സമയം ജയകൃഷ്ണൻ വീണ്ടും ദേവൂട്ടിയെ വിളിച്ചു. അതുകൊണ്ട് അതേ ചോദ്യം തന്നെ വീണ്ടും ചോദിക്കുന്നു. ഒപ്പം അവളുടെ പനിനീർപ്പൂ പോലെ പൂത്ത് വിടർന്നു നിൽക്കുന്ന ആ മനോഹരമായ ചുണ്ടുകളിലേക്ക് വീണ്ടും നോക്കി നിന്നു. അങ്ങനെ നോക്കി നിൽക്കുന്നതിനിടെ ജയകൃഷ്ണൻ അവൻ്റെ കൈവിരലുകളാൽ അവളുടെ മനോഹരമായ മുഖത്തും നെറ്റിത്തടത്തിലും കവിളുകളിലും ചുണ്ടിലുമെല്ലാം തൊട്ടുകൊണ്ട് പതിഞ്ഞ ശബ്ദത്തിൽ, ഈ മനോഹരമായ മുഖവും നെറ്റിത്തടവും കണ്ണുകളും കവിളിണകളും എല്ലാം ഇങ്ങനെ അടുത്ത് കണ്ണിറച്ച് കണ്ടിട്ട് എത്ര നാളായി എന്നറിയാമോ തനിക്ക് എന്ന് ചോദിച്ചു പോകുന്നു. അതോടൊപ്പം സർവ്വനിയന്ത്രണവും വിട്ടുപോകുന്ന ജയകൃഷ്ണൻ വിറയാർന്ന ശബ്ദത്തിൽ ദേവൂട്ടിയോട് വീണ്ടും ചോദിച്ചു. ദേവു, ഈ ചുണ്ടത്ത് ഞാനൊരു ചുംബനം തന്നോട്ടെ. ഈ സമയം അത് കേട്ടു നിൽക്കുന്ന ദേവൂട്ടിയെ സംബന്ധിച്ചു പറഞ്ഞാൽ അവളുടെ അവസ്ഥയും ഏകദേശം ജയകൃഷ്ണൻ്റെ ഇതേ അവസ്ഥ പോലെ തന്നെയായി തീർന്നിരുന്നു. കാരണം അവളും ഒരു പെണ്ണല്ലേ, തൻ്റെ ഭർത്താവിൻ്റെ കരസ്പർശമേൽക്കാൻ കൊതിയോടെ കാത്തിരുന്നവൾ. മാത്രമല്ല ദിവസങ്ങൾക്ക് ശേഷം ജയകൃഷ്ണൻ അവൾക്കടുത്തായി വന്നു നിന്നപ്പോൾ അവൻ്റെ വിയർപ്പിൻ്റെ ഗന്ധം അത് അവളുടെ മനസ്സിനെയും ഒപ്പം ശരീരത്തെയും വല്ലാതെ കോരിത്തരിപ്പിച്ചു. അതോടെ ദേവൂട്ടിക്കും അവളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഈ സമയം ജയകൃഷ്ണൻ തൻ്റെ വലതു കൈവിരലാൽ ദേവൂട്ടിയുടെ മുഖത്ത് തലോടിയതും ദേവൂട്ടിയുടെ ശരീരമാസകലം പൂത്തുലഞ്ഞു. അതോടെ അവളും അവളുടെ മനസ്സും കുറച്ചുനേരം അവൻ്റെ ആ മാറിൽ പറ്റിച്ചേർന്ന് ആ നെഞ്ചിലെ ചൂടേറ്റ് കിടക്കാൻ വല്ലാതെ കൊതിച്ചുപോയി. ഒപ്പം അവനിൽ നിന്നും ഒരു ചുംബനവും അവളും ആഗ്രഹിച്ചു. എന്നാൽ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ആ ചിന്തകളും ഒപ്പം ഈ പകൽ വെളിച്ചത്തിൽ മറ്റാരെങ്കിലും അങ്ങനെയൊരു രംഗം കണ്ടാലുണ്ടാകുന്ന നാണക്കേടും ഓർത്തപ്പോൾ അവൾ ജയകൃഷ്ണനിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചുകൊണ്ട് പതിയെ ഓരോ കാൽപാദങ്ങളും പിന്നിലേക്ക് വെച്ച് നടന്നു. എന്നാൽ ജയകൃഷ്ണൻ പക്ഷേ അവളെ അങ്ങ് വിടാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ദേവൂട്ടിയോട് ഒരിക്കൽ കൂടി ആദ്യം അവളോട് ചോദിച്ച ആ ഒരു കാര്യം വീണ്ടും ചോദിച്ചുകൊണ്ട് അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി തന്നിൽ നിന്നും അകന്നു പിന്നിലേക്ക് നടന്നു പോകുന്ന ദേവൂട്ടിയുടെ അടുത്തേക്ക് നടന്നുകൊണ്ടേയിരുന്നു അവൻ. അങ്ങനെ അവർ ഇരുവരും കൂടി ആ നടപ്പ് തുടർന്നു. എന്നാൽ പെട്ടെന്നാണ് അത് സംഭവിച്ചത്. പിന്നിലേക്ക് നടന്നു പോയിക്കൊണ്ടിരുന്ന ദേവൂട്ടി പിന്നിലെ ഒരു തണൽമരത്തിൽ തട്ടി നിന്നു പോകുന്നു. അതോടെ ജയകൃഷ്ണനും അവൾക്കടുത്തായി വന്ന് നിന്നു പോകുന്നു. ഈ സമയം അവൻ്റെ മനസ്സിൽ ഇനി ദേവൂട്ടിക്ക് തൻ്റെ മുന്നിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ ചുണ്ടിൽ ഒരു ചുംബനം നൽകിയിട്ടേ താൻ അവളിൽ നിന്നും അകന്നു മാറുകയുള്ളൂ എന്ന് തീരുമാനിച്ചു. അതോർത്തപ്പോൾ അവൻ്റെ ചുണ്ടിൽ ആ പഴയ കള്ളപ്പുഞ്ചിരി വിടർന്നു. ആ പുഞ്ചിരിയോടെ അവൻ അവളുടെ അടുത്തേക്ക് അല്പം കൂടി ചേർന്നു നിന്നുകൊണ്ട് ആ കണ്ണുകളിലേക്ക് നോക്കി അങ്ങനെ നിന്നു. തുടർന്ന് അവളെ വീണ്ടും വിളിച്ചു. ദേവു, ഞാൻ ഈ ചുണ്ടിൽ ഒരു ചുംബനം നൽകിക്കോട്ടെ. എന്നാൽ അത് കേട്ട ദേവു അവൾക്കതിന് സമ്മതമല്ല എന്ന അർത്ഥത്തിൽ തല വെട്ടിച്ചു കാട്ടിക്കൊണ്ട് മുഖം തിരിച്ചു നിന്നു. എന്നാൽ ഇവിടെ സർവ്വനിയന്ത്രണങ്ങളും വിട്ടുനിൽക്കുന്ന ജയകൃഷ്ണനുണ്ടോ ആ തീരുമാനത്തിൽ നിന്നും പിന്മാറാൻ തയ്യാറാകുന്നു. അവൻ തൻ്റെ ഇരുകരങ്ങളും ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ ആ മുഖം അവൻ്റെ കൈക്കുമ്പിളിലേക്ക് കോരിയെടുത്തു. ശേഷം അവളുടെ ചെമ്പനനീർ പൂ പോലെ വിടർന്നു നിൽക്കുന്ന ആ ചുണ്ടിന്മേൽ അവൻ്റെ ചുണ്ടുകൾ ചേർത്തമർത്തി ചുംബിച്ചു. ആ ഒരു നിമിഷം ദേവൂട്ടിയുടെ ശരീരം ഷോക്കേറ്റതുപോലെ കോരിത്തരിച്ചുപോയി. അവളുടെ ശ്വാസഗതിയുടെ ശക്തിയും കൂടി. അവളുടെ ശരീരം വിയർത്തൊഴുകി. അവൾ തൻ്റെ കണ്ണുകൾ അടച്ച് ശ്വാസം പോലും പിടിച്ചു നിർത്തിക്കൊണ്ട് അങ്ങനെ നിന്നു പോകുന്നു. എന്നാൽ ഇവിടെ അല്പനേരം ജയകൃഷ്ണൻ അങ്ങനെ നിന്നു. ശേഷം മെല്ലെ അവൻ തൻ്റെ മുഖം മാറ്റി ദേവൂട്ടിയെ നോക്കുമ്പോൾ കണ്ടു കണ്ണുകളടച്ച് ശ്വാസം പോലും വിടാതെ നിൽക്കുന്ന ദേവൂട്ടിയെ. അവൻ ദേവൂട്ടിയെ തട്ടി വിളിച്ചു. ദേവു,
എന്നാൽ ജയകൃഷ്ണൻ്റെ ആ ഒരു വിളി കേട്ട് കണ്ണു തുറക്കാതെ തന്നെ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ജയകൃഷ്ണനെ തള്ളിമാറ്റിക്കൊണ്ട് അവൾ അവിടെ നിന്നും വീടിൻ്റെ നേർക്ക് ഓടി തൻ്റെ മുറിയിലെത്തി കതകടച്ച് കുറ്റിയിട്ട ശേഷം കട്ടിലിലേക്ക് വീണു. അങ്ങനെ കിടന്നു. ഈ സമയം അറിയില്ല, ദേവൂട്ടിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടേയിരുന്നു. എന്നാൽ താഴെ തന്നെ തള്ളിമാറ്റിക്കൊണ്ട് ഓടിപ്പോകുന്ന ദേവൂട്ടിയെ നോക്കി ആ തണൽമര ചുവട്ടിൽ ജയകൃഷ്ണൻ അങ്ങനെ നിന്നുപോകുന്നു. അപ്പോൾ അവൻ്റെ മനസ്സിൽ ദേവൂട്ടിയെ കണ്ട നാൾ മുതൽ മനസ്സിൽ കൊണ്ടു നടന്ന ഒന്നായിരുന്നു ഈയൊരു ചുംബനം. അത് നൽകിക്കഴിഞ്ഞതിൻ്റെ സന്തോഷവും ഒരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു ശാന്തതയുമായിരുന്നു അവന് അപ്പോൾ തോന്നിയത്. അതോടൊപ്പം തന്നിൽ നിന്നും അകന്നു മാറാൻ ശ്രമിക്കുന്ന ദേവൂട്ടിയെക്കുറിച്ചോർത്തപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരുതരം നൊമ്പരവും തോന്നിപ്പോകുന്നു.